നമ്മുടെ പുറകിലിപ്പോൾ നിൽക്കുന്നത് ഗുരുവായൂർ നന്ദനാണ്. പാദരോഗത്തിൻ്റെ ചികിത്സയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പം നന്ദന് മദപ്പാട് കാലമായത് കാരണം തന്നെ അവനെ തറയിലോട്ട് കയറ്റി കെട്ടിയിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 6 മാസത്തോളം കാലം നന്ദൻ ഈ തറയിൽ തന്നെ കാണും. 6 മാസം നീണ്ടു നിൽക്കുന്നതാണ് നന്ദൻ്റെ നീരുകാലം എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ നല്ല ഒലിവാണ് ആനയ്ക്കുള്ളത്. ആ കണ്ണം നോക്കിയാൽ തന്നെ മനസ്സിലാകും, നല്ല രീതിയിൽ ഒലിക്കുന്നുണ്ട്. നീരിലും ശാന്ത സ്വഭാവമാണ് നന്ദന്. പാപ്പാന്മാർക്കെല്ലാം ആനയുടെ അടുത്ത് ചെല്ലുവാനും ആനയെ അത്യാവശ്യം കൈകാര്യം ചെയ്യുവാനും ഒക്കെ സാധിക്കും. അതുകൊണ്ട് തന്നെ ആനയുടെ പാദരോഗത്തിൻ്റെ ചികിത്സ എല്ലാം പതിവ് പോലെ തന്നെ നല്ല രീതിയിലൂടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ പാപ്പാന്മാർ ആനയുടെ അടുത്ത് വരികയും ആനയുടെ കാല് വൃത്തിയാക്കുകയും അവിടെ ആവശ്യമുള്ള മരുന്ന് വെച്ചിട്ട് പോവുകയും ചെയ്തതേ ഉള്ളൂ. നമ്മളിപ്പോൾ വരുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ട് വന്നത് ആ കാഴ്ചയായിരുന്നു. പക്ഷേ എനിക്ക് കാലിന് ചെറിയ വേദനയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു കാല് പൊക്കി പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. പാപ്പാന്മാർ പറയുന്നതൊക്കെ ആന നന്നായിട്ട് അനുസരിച്ച് അവരുമായിട്ട് സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീരുകാലത്താണെങ്കിലും ചികിത്സയ്ക്കൊന്നും ഒരു മുടക്കം ഉണ്ടാകുന്നില്ല. എന്തായാലും നന്ദന് നല്ലൊരു നീരുകാലം ആശംസിക്കുന്നു. നീരൊക്കെ പൂർത്തിയാക്കി പൂർണ്ണ ആരോഗ്യവാനായി നന്ദൻ തിരിച്ചു വരുന്ന ആ ദിവസത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.